ഭക്തപ്രിയനായ ഭഗവാൻ രാസക്രീഡയിലൂടെ തൻ്റെ ഏകാന്ത ഭക്തകളായ ഗോപികമാരെ അനുഗ്രഹിക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് രാസക്രീഡയുടെ പ്രാരംഭമായിട്ട് അതിമനോഹരമായ വേണുനാദത്തിനെ പുറപ്പെടുവിച്ചു ഭഗവാൻ. ഇത് കേട്ട് ആ ഗോപികമാരെല്ലാവരും അവരവരേർപ്പെട്ടിരുന്ന സകല പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് കൃഷ്ണസന്നിധിയിലേക്ക് ഓടി വന്നു പരീക്ഷിത്തെ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു. ഭഗവാന്റെ മുന്നിലെത്തിയ ആ ഗോപികമാരോട് ധർമ്മജ്ഞനായ ഭഗവാൻ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഉപദേശങ്ങൾ കൊടുക്കണു. ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല എന്ന രീതിയിൽ ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായയാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സവിധത്തിൽ നിന്ന് അവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആ ഗോകുല സ്ത്രീകളെ ഉപദേശിച്ചു. ആചാര്യന്മാർ അനുസ്മരിക്കണു, ഭഗവത് സന്നിധിയിലെത്തുന്ന അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിക്കുന്ന ഓരോ ജീവാത്മാവിനും പ്രതികൂല ഭാവം എന്ന് തോന്നിപ്പിക്കുമാറ് ഭഗവാന്റെ പരീക്ഷണങ്ങളാണ് ഇത് എന്നാണ്. ഗോപികമാരോട് ഭഗവാൻ അവിടെ പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ ജീവിതത്തിൽ ഭഗവാനെ ഉപാസിക്കുന്ന ജീവാത്മാക്കൾക്ക് ദുഃഖത്തിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ കിട്ടാം. പക്ഷേ ആ ഗോപികമാരെ പോലെ ഏകാന്ത ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുക തന്നെ വേണം. ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണങ്ങളാണ് എന്ന സൂചനയാണ് വേദവ്യാസ മഹർഷി ഇതിലൂടെ കാണിച്ചു തരണത്. കാരണം പിന്നീട് ആ ഗോപികമാരെ ഭഗവാൻ അവരുടെ ഇച്ഛയ്ക്കൊത്ത് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും ഭഗവാൻ ആദ്യം തിരസ്കാര രൂപത്തിൽ അവരെ ധർമ്മോപദേശം ചെയ്തു. ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോവൂ എന്ന് പറഞ്ഞു. ഭഗവാനിലുള്ള പരമസ്നേഹം കൊണ്ട് ചിത്തശുദ്ധി പ്രാപിച്ചിരിക്കുന്ന ഗോപികമാര് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത അസഹ്യതയുണ്ടായി. സഹിക്കാനാവാത്ത സന്താപമാണ് അവർക്കുണ്ടായത്. അവരുടെ മനസ്സ് വല്ലാതെ നീറാൻ തുടങ്ങി. തൊണ്ടയിടറി, ചുണ്ടുകൾ വരണ്ടു. അവര് കണ്ണുനീര് കുടുകുടാ ഒഴുകുന്ന ആ മുഖം താഴേക്ക് കുനിച്ചു. കാലിൻ്റെ പെരുവിരൽ കൊണ്ട് നിലത്തവർ വരച്ചു. കൺമഷി കലർന്ന കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി അത് മാരടത്തിലുള്ള കുങ്കുമത്തിനെ അലിയിപ്പിച്ചു കളഞ്ഞു. അസഹ്യമായുള്ള ദുഃഖവും പേറിക്കൊണ്ട് ഒരക്ഷരം ഉരിയാടാതെ അവർ നിന്നു. ഭഗവാനിൽ അനുരക്തകളും ഭഗവാന് വേണ്ടിയിട്ട് സർവകാമങ്ങളും ഉപേക്ഷിച്ചവരാണ് ആ ഗോപികമാരെ. പരീക്ഷിത്തെ നാരായണായേതി സമർപ്പയാമി എന്ന മട്ടിൽ എല്ലാം ഭഗവാങ്കൽ അർപ്പിച്ച ജീവാത്മാക്കളാണ് അവർ. അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായ ശ്രീകൃഷ്ണൻ, അവരുടെ പ്രാണനേക്കാൾ അവർ പ്രേമിക്കുന്നതായ ആ ശ്രീകൃഷ്ണൻ പ്രതികൂല ഭാവം തോന്നിപ്പിക്കുന്നത് പോലെ പറയുന്നത് കേട്ടിട്ട് അവർക്ക് ദുഃഖത്തിനോടൊപ്പം ദേഷ്യവും തോന്നി എന്ന് പറയണു. കണ്ണുനീര് നിറഞ്ഞിട്ട് അവർക്ക് കാഴ്ച നശിച്ചു. തൊണ്ടയിടറി. അല്പനേരത്തേക്ക് ഗദ്ഗദനിരുദ്ധകണ്ഠരായിട്ട് അവർ നിന്നു. അല്പസമയം കഴിഞ്ഞ് കണ്ണുനീർ തുടച്ച് ഇടറുന്ന തൊണ്ടയോട് കൂടിയിട്ട് അവർ ഭഗവാനോട് പറയാൻ തുടങ്ങി. ഭഗവാന്റെ ഏകാന്ത ഭക്തകളായതുകൊണ്ട് അവർക്ക് ഭഗവാനോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനായിട്ട് സാധിക്കും. ഹേ ഭഗവാനെ, അങ്ങ് ഇത്ര പരുഷമായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് തുടങ്ങണു. ഭഗവാനോടുള്ള അനന്യമായ പ്രേമം കൊണ്ട് സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്ന നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്ന അത്രയ്ക്ക് വിശുദ്ധമായ ഭക്തിയോടു കൂടിയിട്ട് നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവത് സമീപത്തെത്തിയിരിക്കുന്ന ഗോപികമാരുടെ മുഖത്തു നിന്ന് ഒഴുകി വരുന്ന ആ പരാതി ഇനിയുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നതായ ആ ഗോപികാ വിലാപം എന്ന് പറയണത് പരമഗതി ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾക്ക് പരമമായ ഉപദേശമാണ് എന്നാണ് ആചാര്യന്മാർ, വ്യാഖ്യാതാക്കൾ പറയുക. പതി, പുത്ര, ഗൃഹ, ധനധാന്യാദികളുള്ള ആഗ്രഹം നിശേഷം
ഉപേക്ഷിക്കണം എന്നാണ് ഈ തത്വത്തിലൂടെ വേദവ്യാസ മഹർഷി പറയണത്. ഇതെല്ലാം വേണ്ട എന്നല്ല, അവയിലുള്ള ആസക്തി ഇല്ലാതാക്കണം എന്ന് പറയുന്നു. ഈശ്വര സാന്നിധ്യം സിദ്ധിക്കുകയും വേണം, വിഷയങ്ങളെ മനഃപൂർവ്വം ഉപേക്ഷിക്കാനും വയ്യ എന്ന് വിചാരമുള്ളവര് ഈശ്വരാനുഗ്രഹം പ്രാപിക്കാനായിട്ട് അർഹരല്ല എന്നാണ് ആചാര്യന്മാർ പറയണത്. വിഷയാശയുള്ളവർക്ക് നിർവ്യാജമായിട്ട് ഭഗവത്പാദ ഭജനം സാധ്യമല്ല. ഇവിടെ ഗോപികമാര് സർവസ്വവും ഉപേക്ഷിച്ചു, ദേഹാഭിമാനം പോലും അവര് ഉപേക്ഷിച്ചു. എല്ലാ വിഷയങ്ങളും അവർക്ക് സുലഭമാണ് എന്നിരിക്കെ ആ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം ഭഗവത് ഭജനത്തിന് തടസ്സമാണ് എന്നറിഞ്ഞ് മനഃപൂർവ്വം അവയെ ഉപേക്ഷിച്ച് സർവാത്മന ഭഗവത് പാദത്തിനെ ആ ഗോപികമാര് ആശ്രയിച്ചതുപോലെ ആശ്രയിച്ചാൽ മാത്രമേ ഈശ്വരന്റെ ആ കൃപാകടാക്ഷം, അനുഗ്രഹം, ഭക്തവാത്സല്യം ഇന്നതാണ് എന്നറിയാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സന്ധ്യഞ്ച സർവവിഷയാൻ തവ പാദമൂലം ഭക്ത എന്ന് അവിടെ ഗോപികയുടെ വിലാപത്തിൽ ആദ്യം പറയണത്. അവർ പറഞ്ഞു, ഹേ ഭഗവാനെ, അങ്ങ് ഇപ്രകാരം പരുഷമായിട്ട് സംസാരിക്കരുത്. ഞങ്ങൾ സർവ്വവിഷയങ്ങളെയും ഗൃഹത്തിനെയും എല്ലാം തൃണവൽഗണിച്ച് അങ്ങയുടെ ശ്രീപാദങ്ങളെ ആശ്രയിച്ചവരാണ്. അങ്ങനെ അങ്ങയുടെ ഏകാന്ത ഭക്തകളായ ഞങ്ങളെ കൈവിടരുത്. ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. എല്ലാത്തിനെയും ഉപേക്ഷിച്ച അങ്ങും ഇനി ഉപേക്ഷിച്ചാൽ ഞങ്ങൾക്കെന്താ മാർഗം? സാക്ഷാൽ ആദിപുരുഷനായ ഭഗവാൻ ശ്രീഹരി മോക്ഷച്ചുക്കളെ കൈവിടാറില്ല. അഹം ഭക്തപരാധീന എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അപ്പൊ ഇവിടെ ഗോപികമാര് ഭഗവാൻ ശ്രീഹരി തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് വേദവ്യാസ മഹർഷി സൂചിപ്പിക്കണു. അപ്പൊ സാക്ഷാൽ ശ്രീഹരി തന്നെയായ അങ്ങ് മോക്ഷച്ചുക്കളായ അങ്ങയെ അഭയം പ്രാപിച്ച ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളെ അഭയം നൽകി അനുഗ്രഹിക്കണം. ഭർത്താവ്, സന്താനം, ബന്ധുക്കള്, ഇവിടെ ശുശ്രൂഷണമാണ് സ്ത്രീധർമ്മം എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങാണ് ശരീരികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവൻ. ബന്ധുവും ആത്മാവും എല്ലാം അവിടുന്ന് ആയതുകൊണ്ട് അങ്ങയിലാണ് എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സർവാത്മന അങ്ങയെ, സർവസ്വവും ഉപേക്ഷിച്ച് സർവാത്മന അങ്ങയെ അഭയം പ്രാപിച്ചവരെ ഉപേക്ഷിക്കുന്നത് ഉചിതമല്ല. കാരണം അങ്ങയുടെ വാക്ക് മിഥ്യയായി തീരും. യേ യഥേമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞത്? ആര് ഏത് വിധം എന്നെ ഭജിക്കുന്നുവോ അവരെ ഞാനും അതേ വിധം ഭജിക്കും, സേവിക്കും എന്നല്ലേ അങ്ങ് പ്രതിജ്ഞ ചെയ്തിരിക്കണത്? നമേ ഭക്ത പ്രണശ്യതി എന്നല്ലേ അങ്ങയുടെ വാക്യം? അങ്ങനെയെല്ലാം വാക്ക് പറഞ്ഞിരിക്കുന്ന അങ്ങ് ഞങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കും? ഞങ്ങൾ സർവാത്മന അങ്ങയെ അഭയം പ്രാപിച്ചവരാണ്, വിഷയങ്ങളെ എല്ലാത്തിനെയും ഞങ്ങൾ ഉപേക്ഷിച്ചവരുമാണ്. അതെങ്ങനെയാണ് എല്ലാം ഉപേക്ഷിക്കാൻ സാധിച്ചത് എന്നാണെങ്കിൽ, ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ചൈതന്യം നിന്തിരുവടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോ ബഹി എന്ന് ഭാഗവതത്തിൽ നമ്മൾ നേരത്തെ കണ്ട വാക്യം സത്യമാണ് എന്ന് ഗോപസ്ത്രീകളെ മനസ്സിലാക്കി എന്നർത്ഥം. ഒന്നുമറിയാത്ത ഗോപസ്ത്രീകൾ എല്ലാം കൃഷ്ണനാണ് എന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാനെ അഭയം പ്രാപിച്ചപ്പോൾ സർവസംഘപരിത്യാഗികളായിരിക്കുന്ന മഹർഷീശ്വരന്മാർക്ക് പോലും പിടികിട്ടാത്ത സർവം ഖല്ലുദം ബ്രഹ്മ എന്ന തത്വം ഒന്നും അറിയില്ല എന്ന് ലോകം വിധി എഴുതിയ ഗോപസ്ത്രീകളെ മനസ്സിലാക്കി എന്ന് വേദവ്യാസ മഹർഷി സൂചിപ്പിക്കുന്നു. ഇങ്ങനെ അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അവിടുന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട്
സർവാന്തര്യാമിയായിരിക്കുന്ന അങ്ങയെ ആശ്രയിച്ച് നശ്വരങ്ങളായ മറ്റ് ജഡവസ്തുക്കളെ, വിഷയഭോഗങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം. അതുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി സകല അന്ധകരണവൃത്തികൾക്കും സാക്ഷിയായതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നല്ലേ അങ്ങ് പറഞ്ഞത്? എല്ലാത്തിനെയും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിങ്ങൾ സകല ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ അഭയം പ്രാപിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന സകല പാപങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം, അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കണ്ട എന്നല്ലേ അവിടുന്ന് അരുൾ ചെയ്തത്. ഈ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള അപ്രകാരം ഉപദേശിച്ച അവിടുത്തെ പാദപത്മത്തിനെ ഭജിക്കുന്നതിന് തടസ്സങ്ങളായിട്ട് വന്നിരിക്കുന്ന പതി, പുത്രൻ, ഗൃഹം, ധനം തുടങ്ങിയവയെല്ലാം പരിത്യജിച്ച് അവിടുത്തെ പാദമൂലത്തിനെ പ്രാപിച്ച ഞങ്ങളുടെ ഈ പ്രവൃത്തി ധർമാണോ അധർമാണോ എന്ന ചിന്ത ഞങ്ങൾക്കില്ല. കാരണം അവിടുന്നാണ് എല്ലാം. ധർമാധർമ്മ വിവർജിതനായിരിക്കുന്ന, എല്ലാത്തിനും അതീതനായിരിക്കുന്ന, ലോകാതീതനും ഗുണാതീതനും സർവാതീതനുമായിരിക്കുന്ന അങ്ങയെ അഭയം പ്രാപിച്ചപ്പോൾ ഞങ്ങൾക്ക് ധർമ്മമെന്നോ അധർമ്മമെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാം അവിടുന്നാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങയേക്കാൾ മീതെ ഞങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. എല്ലാ സ്നേഹം ഉണ്ടാവണത് ആത്മസംബന്ധ നിമിത്തമല്ലേ ഭഗവാനെ? എന്നാൽ അങ്ങാവട്ടെ ഞങ്ങളുടെ ആത്മാവായി തന്നെ ഇരിക്കണു. ജിജീവിഷൂണാം ജീവാനാം ആത്മപ്രേഷ്ഠ ഇഹേപ്സിത. ഏതൊരു ജീവിക്കും ഏറ്റവും പ്രിയപ്പെട്ടതെന്താ? സ്വന്തം പ്രാണൻ. ഞങ്ങളുടെ പ്രാണൻ തന്നെയാണ് അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാണനായതുകൊണ്ട്, ആത്മാവായിരിക്കുന്നത് കൊണ്ട് അങ്ങയിൽ തന്നെയാണ് ഞങ്ങളുടെ പരമസ്നേഹം. അതുകൊണ്ട് സർവസ്വവും അങ്ങയിൽ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സർവ വിഷയങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരചിന്തയെ പോലും ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് ഇത് രാത്രി സമയമാണോ? അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. സ്ത്രീകളാണ്, രാത്രി സമയമാണ്, ഒറ്റയ്ക്ക് പോവുക എന്നുള്ള ആ വിവേചന ചിന്ത, ആ ബുദ്ധി അത് പ്രവർത്തിക്കണില്ല. കാരണം ഞങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കണു. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട്, മറ്റ് ചിന്തകളില്ലാത്തതുകൊണ്ട് രാത്രിയാണോ, ഏകരാണോ, സ്ത്രീകളാണോ, വനമാണോ, ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കണില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ ആപത്തുകളിൽ നിന്നും അവിടെ നിന്ന് രക്ഷിക്കും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും രണ്ടായാലും ഞങ്ങൾക്ക് ആ ചിന്തയേ ഇല്ല. അതിനാൽ സ്വന്തം ദേഹത്തിനെ കൂടി സ്മരിക്കാൻ പാടില്ലാത്ത വിധം, അതായത് ദേഹാഭിമാനം നഷ്ടപ്പെട്ടു ആ ജീവാത്മാക്കൾക്ക് എന്നർത്ഥം. സ്വന്തം ദേഹത്തിനെ കൂടി ചിന്തിക്കാൻ പാടില്ലാത്ത വിധം അങ്ങയെ സ്നേഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക്, ഞങ്ങൾ സ്ത്രീകളാണെന്നോ, രാത്രികാലമാണെന്നോ, വനമാണെന്നോ, ഹിംസ്ര ജന്തുക്കളുണ്ടെന്നോ എന്ന ഭയത്തിന് യാതൊരു അവകാശവും ഇല്ല. പിന്നെ അങ്ങ് ഈശ്വരനാണ്. അങ്ങ് ധർമ്മപരിപാലനം ചെയ്യേണ്ടവനാണ്. ധർമ്മപരിപാലനം ഈശ്വരനായാലും ഒഴിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് സർവവും ഉപേക്ഷിച്ച് ഞങ്ങളെ, അങ്ങയെ അഭയം പ്രാപിച്ച ഞങ്ങളെ സ്വീകരിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. ഗോപസ്ത്രീകൾ അത്യന്തം പ്രേമഭക്തിയോടുകൂടി പറയണു, ശരണാഗതി പ്രാപിച്ച ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ ശരണം പ്രാപിച്ചവരെ ഉപേക്ഷിച്ചു എന്ന ധർമ്മലോപം അങ്ങേക്ക് നേരിടും. ഇത് മുഖത്ത് നോക്കി പറയാൻ ഗോപികമാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഹരിഹേ സാധ്യതേ ഭക്തിയാ പ്രമാണം തത്ര ഗോപിക. അത്ര നിർമ്മലമായ ഭക്തിയുള്ളവർക്ക് ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്രകാരം സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർ പറഞ്ഞു, ഏത് തരത്തിൽ നോക്കിയാലും അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല.
പിന്നെ അവിടുന്ന് പറഞ്ഞുല്ലോ, ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായയാ എന്ന്. ഭർത്താവ്, സന്താനം, ബന്ധുക്കള്, ഇവരുടെ ശുശ്രൂഷണമാണ് സ്ത്രീധർമ്മം എന്ന് പറഞ്ഞു. എന്നാൽ സർവശരീരങ്ങളിലും ആത്മാവായിട്ടും ഹിതകർത്താവായിട്ടും ഇരിക്കുന്നത് അങ്ങ് തന്നെ ആയതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ മാതാവും പിതാവും ബന്ധുവും പുത്രനും സഹോദരനും എല്ലാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്ന രീതിയിൽ ആ ഗോപികമാര് ഭഗവാനെ അഭയം പ്രാപിക്കണു. അപ്പൊ ഈ സകല ശരീരികളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് ദേഹികളുടെ പരമപ്രേമത്തിന് ആസ്പദം നിന്തിരുവടി തന്നെയാണ്. എല്ലാ ഉപദേശങ്ങളുടെയും ധർമാനുഷ്ഠാനങ്ങളുടെയും ഫലം ആത്മജ്ഞാനമാണ്. ആത്മാവ് എന്താണ് എന്നറിയൽ, ബ്രഹ്മജ്ഞാനമാണ് എല്ലാ ഉപാസനകളുടെയും അവസാനം. ഇവിടെ ഗോപസ്ത്രീകൾ പരോക്ഷമായിട്ട് പറയുന്നു, ആ ആത്മാവിനെ ഞങ്ങൾ അറിഞ്ഞു. സകല ശരീരികളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന അവിടുന്ന് തന്നെയാണ് പരമാത്മാവ്, അങ്ങ് തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ ആ ബ്രഹ്മതത്വം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. യോഗികൾ ജ്ഞാനമാർഗത്തിലൂടെ മനസ്സിലാക്കുന്നത് നിഷ്കളഭക്തിയിലൂടെ, അല്ലെങ്കിൽ സകളഭക്തിയിലൂടെ, നിഷ്കളങ്കമായ ഭക്തിയിലൂടെ, അനന്യഭക്തിയിലൂടെ ഗോപികമാര് മനസ്സിലാക്കി അങ്ങാണ് എന്ന്. അങ്ങപ്പോ ധർമ്മോപദേശം ചെയ്തുല്ലോ, അത് ആത്മാവിനെ അറിയാത്തവരുടെ അടുത്ത് ഉപദേശിച്ചാൽ മതി. ആത്മാവിനെ അറിഞ്ഞു ഉപാസിക്കാൻ വേണ്ടിയിട്ട് ആത്മാവായ അങ്ങയെ അറിയാത്തവരോട് മതി ഈ ധർമ്മോപദേശം. അവര് അത്തരം ഉപദേശത്തിനെ സ്വീകരിച്ച് നടക്കണം. എന്നാൽ അങ്ങയെ പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ അങ്ങയുടെ മഹിമ അറിഞ്ഞിരിക്കുന്നു ഭഗവാനെ എന്ന രീതിയിലാണ് പരീക്ഷത്തെ ആ ഗോപസ്ത്രീകൾ പറയണത്. അതുകൊണ്ട് ഞങ്ങളോട് ചെയ്ത ഈ ഉപദേശം ലോകരക്ഷയ്ക്ക് ആവശ്യമാകയാൽ അത് അങ്ങയിൽ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ ഞങ്ങൾക്ക് തരണ്ട, കാരണം ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് ആരാണ് എന്നുള്ളത്. എത്രയോ സ്നേഹിക്കുന്ന പതി, പുത്ര, ധനാദികളില് ആത്മാവില്ല എന്നുണ്ടെങ്കിൽ ആവക ശരീരങ്ങളെ ഉടനെ ഗൃഹത്തിൽ നിന്ന് പുറത്താക്കി ദഹിപ്പിക്കില്ലേ? പതി എന്നോ പുത്രൻ എന്നോ സഹോദരൻ എന്നോ പറയുന്ന ആ ശരീരങ്ങളെ അല്ല സ്നേഹിക്കണത്. പിന്നെയോ ആ ശരീരത്തിന്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ചൈതന്യത്തിനാണ് അയ്യോ അന്തഃപ്രവിശ്യ എന്ന ധ്രുവന്റെ സ്തുതിയിൽ പറഞ്ഞത്. സകല പുരങ്ങളിലും സകല ശരീരങ്ങളിലും സകല ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്ന പുരുഷനായിട്ടിരിക്കുന്ന ആ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഭർത്താവെന്നും പുത്രനെന്നും സഹോദരൻ എന്നെല്ലാം പറയുന്ന ശരീരങ്ങൾക്ക് വിലയുണ്ടായിരിക്കുന്നത്. അപ്പൊ ലോകം വിലമതിക്കുന്നത് ശരീരത്തിനെയല്ല, ദേഹത്തിനെയല്ല, ദേഹിയായിട്ടിരിക്കുന്ന അങ്ങയെയാണ്. ആ ദേഹി അതിനകത്തില്ലെങ്കിലോ അത്തരം ശരീരങ്ങളെ ഭർത്താവായാലും വേണ്ടില്ല, പുത്രനായാലും വേണ്ടില്ല, സഹോദരനായാലും വേണ്ടില്ല, അവരുടെ ശരീരത്തിനെ ദഹിപ്പിക്കണു. ദേഹം എന്നത് സ്നേഹത്തിന് ആസ്പദമായിട്ട് ഭവിക്കുന്നത് അവിടുത്തെ സാന്നിധ്യം കൊണ്ടല്ലേ, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടല്ലേ. ആ ശരീരം എന്നുള്ളത് ശിവമായിട്ടിരിക്കുന്നത് അവിടെ നിന്നുള്ളത് കൊണ്ടാണ്. അവിടെ നിന്ന് ഇല്ലെങ്കിൽ, ആത്മാവില്ലെങ്കിൽ ശിവത്തിന്റെ വള്ളി പോയി, അപ്പോൾ സംസ്കരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സർവശരീരികൾക്കും പരമപ്രേമാസ്പദം അവിടുന്ന് തന്നെയാണ് ഭഗവാനെ. ദേഹഗതികളിലുള്ള സ്നേഹം ഗൗണമാണ്, അപ്രധാനാണ്, മുഖ്യമല്ല. ദേഹം, ധനം, അതുപോലെ ഗൃഹം തുടങ്ങിയവയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അപ്രധാനാണ്, നിസ്സാരാണ്, മുഖ്യമല്ല. ഒരു ജീവിക്ക് മുഖ്യ പ്രേമാസ്പദമായിരിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ആ ആത്മാവ് അവിടുന്ന് തന്നെയാണ് ഭഗവാനെ. അതുകൊണ്ട് സർവശരീരികളുടെയും അന്തര്യാമിയും ഹിതകർത്താവും ആത്മാവും അവിടുന്ന് തന്നെയാണ് എന്നറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സർവാത്മന
അഭയം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട്, അവിടെ നിന്നാണ് എല്ലാം എല്ലാം എന്നറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനി മറ്റാരെയും ഞങ്ങൾ ആശ്രയിക്കില്ല. നവ അരേ പത്യു കാമായ പതി പ്രിയോ ഭവതി, ആത്മനസ്തു കാമായ പതി പ്രിയോ ഭവതി എന്ന് ശ്രുതികളിൽ പറഞ്ഞിരിക്കുന്നു. പതിയെ സ്നേഹിക്കുന്നത്, പുത്രനെ സ്നേഹിക്കുന്നത് ആത്മസംബന്ധം നിമിത്താണ്. അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് പ്രിയരൂപൻ. ഈ ശരീരമല്ല. ഭർത്താവ് എന്ന് പറയുന്നത് ഈ ശരീരമല്ല, പുത്രൻ എന്ന് പറയുന്നത് ശരീരമല്ല, സഹോദരൻ എന്ന് പറയുന്നത് ശരീരമല്ല. പിന്നെന്താണ്? ആ ശരീരങ്ങളുടെ എല്ലാം ഉള്ളിൽ ചൈതന്യവത്തായിരിക്കുന്ന അവിടുന്ന് തന്നെയാണ്. അവിടുന്നില്ലെങ്കിൽ അത് വെറും ശരീരങ്ങളാണ്, പിണങ്ങളാണ്, ജഡങ്ങളാണ്. അവയെ വലിച്ചിട്ട് കത്തിക്കും, സംസ്കരിക്കും. അതുകൊണ്ട് സകല ശരീരങ്ങളിലും ഭർത്താവ് എന്ന് പറയുന്നതും പുത്രൻ എന്ന് പറയുന്നതും സഹോദരൻ എന്ന് പറയുന്നതും എല്ലാം അവിടത്തെ സാന്നിധ്യം കൊണ്ടാണ് ചൈതന്യവത്താവണത്. അവിടെ നിന്നാണ് സകല പ്രേമത്തിനും ആസ്പദം ദേഹമല്ല, ദേഹിയായിരിക്കുന്ന അവിടെ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ ഗോപികമാര് പറയാൻ എന്താ കാരണം? അവര് അപരിഷ്കൃതരാണ്, പൂജയോ വേദമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തവരാണ് എന്ന് പറയാം, ലോകം പറയണു. പക്ഷേ 2 കാര്യങ്ങളാണ് ഇങ്ങനെ അവർ പറയാനുള്ള കാരണം. ഒന്നാമത്തേത് അനന്യമായ ഭക്തി. മറ്റൊന്നും അറിയില്ലെങ്കിലും അവർക്ക് ഒന്നറിയാം, എല്ലാം കൃഷ്ണനാണ് എന്ന്. അത് ഭൗതികമായിട്ടുള്ള അർത്ഥം. ഇനി അതിൻ്റെ ആത്മീയമായ അർത്ഥം പറയണു. ഈ ഗോപികമാരെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഋഷിചരികൾ, ശ്രുതിചരികൾ, നിത്യസിദ്ധകൾ തുടങ്ങിയ പലതരത്തിലുള്ള അലൗകികമായ അഭൗമികമായ ചൈതന്യമുള്ള ഋഷിമാരും ദേവതമാരും ആണ് എന്ന്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാവാം. 2 തരത്തിൽ നോക്കിയാലും അവര് അനന്യമായ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയം പ്രാപിച്ചവരാണ്. ഗോപികമാര് ഭഗവാനോടുള്ള ആ പരാതി തുടരുകയാണ്. ഹേ ഭഗവാനെ, ഭർത്തൃപുത്രാദികള് സ്നേഹം എന്ന് പറയുന്നത് ഭർത്താവില്, പുത്രനില്, സഹോദരനില് തുടങ്ങിയവരിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തില് ആത്മബുദ്ധി ഉറച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. വിവേക ചൂടാമണിയില് ആചാര്യസ്വാമികൾ പറയും, ആദൗ നിത്യാനിത്യ വിവേകം, അത് പരിഗണ്യത എന്നാണ് പറയുക. നിത്യമായ വസ്തു എന്താണ്, അനിത്യമായ വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചനം അല്ലെങ്കിൽ വിവേകം ഉണ്ടാവുകയാണ് ഒരു ഉപാസകന് വേണ്ടത് എന്ന്. ഇതിവിടെ ഗോപസ്ത്രീകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകൾ പറയുന്നു. ഇങ്ങനെയാണ് എല്ലാവരും ആത്മാവിനെ ഉപാസിക്കേണ്ടത്. അതാണ് സദാചാരം എന്ന് ലോകത്തിനെ കാണിക്കാൻ ഏകാന്ത ഭക്തകളായ ഗോപസ്ത്രീകൾ ഒരു പാഠപുസ്തകമാണ്, ഒരു മാർഗദർശികളാണ് എന്ന് വേദവ്യാസ മഹർഷി സൂചിപ്പിക്കുന്നു. ഭഗവാനെ ശാസ്ത്രസാരം അറിഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാര് നിരതിശയ പ്രേമസ്വരൂപനായിട്ട് സ്വാത്മാവായിരിക്കുന്ന നിന്റെ ഒരു വടിയിൽ എപ്പോഴും അവരുടെ പ്രേമബന്ധത്തിനെ, ഭക്തിയെ ഉറപ്പിക്കണു. ഭർത്താവ്, പുത്രൻ, ഗൃഹം, സമ്പത്ത് തുടങ്ങിയ ഭൗതിക വസ്തുക്കൾ നിത്യദുഃഖങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ അവയെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഹേ പരമേശ്വര, അങ്ങയിൽ വളരെ കാലമായിട്ട്, ജനിച്ച കാലം തൊട്ട് അങ്ങയുടെ കഥകൾ കേട്ട്, അങ്ങയെ കണ്ട്, അങ്ങയുമായിട്ട് സമ്മേളിച്ച്, അങ്ങയുടെ ദിവ്യമായുള്ള ലീലകൾ അങ്ങയുടെ ജനനം മുതൽ കണ്ടു തുടങ്ങിയ ഞങ്ങള് വളരെ കാലമായിട്ട് അങ്ങയുടെ ഹൃദയബന്ധത്തിനെ അങ്ങയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനെ നശിപ്പിക്കരുത്. അങ്ങയിലിരിക്കുന്ന ആ ഏകാന്ത ഭക്തിയെ അവിടുന്ന് നശിപ്പിക്കരുത് എന്ന് പറയണു. വിവേകികളായിരിക്കുന്നവര്, ഉപാസകരായിരിക്കുന്നവര്, ഋഷീശ്വരന്മാര് സ്വന്തം ആത്മസ്വരൂപിയായിട്ടുള്ള അങ്ങയിലാണ് അനുരക്തരായിട്ടിരിക്കുന്നത്. അങ്ങ് എന്നും പ്രിയമുള്ളവനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്.
അങ്ങ് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അടിയങ്ങൾ ഏറെക്കാലമായിട്ട് വളർത്തിയെടുത്ത ആ ഭഗവത് പ്രാപ്തിയാകുന്ന, ആ ഭഗവാന്റെ പാദഭജനമാകുന്ന ആഗ്രഹത്തിനെ ഛേദിക്കരുത്. അതേസമയം തന്നെ ബന്ധുമിത്രാദികളിലുള്ള ആസക്തിയെ, സ്നേഹപാശത്തിനെ ഛേദിക്കുകയും ചെയ്യണം. ഈ സംസാര ബന്ധത്തിനെ അങ്ങ് ഇല്ലാതാക്കണം, അവിടുത്തെ സ്വന്തമാക്കി തീർക്കണം. സംസാര ബന്ധം തീർക്കണേ എന്നെ കംസാരെ സ്വന്തമാക്കണേ എന്ന് സജ്ജനങ്ങൾ പാടുന്നത് പോലെ ആയിരിക്കണം ഞങ്ങളുടെ സകല ആഗ്രഹങ്ങളും. അപ്പോൾ ഈ അനാത്മാവിനെ ആത്മാവ് എന്ന് കണ്ടിട്ടാണ് ഇന്നത്തെ സംസാരികൾ പ്രവർത്തിക്കുന്നത് എന്ന് ഗോപസ്ത്രീകൾ പറയുന്നു. ജഡമായിട്ടുള്ള ദേഹത്തിൽ അഹംബോധവും മമതാബോധവും വർദ്ധിക്കും തോറും കർമ്മങ്ങൾ ചെയ്യണു, ജനനമരണ ദുഃഖങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചു വരികയും ചെയ്യണു. എന്നാൽ ഭഗവാനെ അവിടുത്തെ പാദപത്മ ഭക്തി എന്ന് പറയുന്നത് ശ്രവണത്തിൽ കൂടി, കേവലം ശ്രവണത്തിൽ കൂടി പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ് യഥാശരത് എന്ന ഭാഗവതവാക്യം പോലെ കേട്ട മാത്രയിൽ തന്നെ അവിടുത്തെ നാമസങ്കീർത്തനങ്ങളാകുന്ന വൈഖരി സകല പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കണു. അങ്ങനെയുള്ള അവിടുത്തെ ആ പാദ പത്മ ഭക്തി അപൂർവം ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. വേദാന്തശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് കേട്ട്, അതായത് ശ്രവണം, മനനം, നിധിധ്യാസനം തുടങ്ങിയ നിത്യാഭ്യാസങ്ങളാൽ അവയെ പോഷിപ്പിക്കുന്ന പണ്ഡിതന്മാർ മാത്രം നേതി 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 എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേഹാദിഭാവങ്ങളെ ഉപേക്ഷിച്ച് സർവാന്തര്യാമിയായിരിക്കുന്ന അവിടുത്തെ ആശ്രയിക്കണു. അതേസമയം ഞങ്ങളാവട്ടെ ഈ സംസാരസാഗരത്തിൽ, ഈ ഗൃഹങ്ങളിൽ ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തും അങ്ങയെ തന്നെ ഞങ്ങൾ സദാസമയത്തും കാണാൻ ആഗ്രഹിക്കണു, കണ്ടുകൊണ്ടിരിക്കണു, അവിടുത്തെ തന്നെ ഉപാസിക്കണു. അതുകൊണ്ട് ഭർത്താവ്, പുത്രൻ, സഹോദരൻ, ഗൃഹം, ധനം തുടങ്ങിയ സ്നേഹപാശങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടർത്തി അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് ലയിപ്പിക്കാൻ അവിടുത്തെ മനോഹരമായ തൃക്കൺ പാർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഇവിടെ ആ ഗോപസ്ത്രീകൾ കുൽസിതമായ രതിസുഖം നൽകണേ എന്നല്ല പ്രാർത്ഥന. സംസാര ദുഃഖ നിവൃത്തി വരുത്തുന്ന ശ്രീപാദ ഭജനം, ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഉപാസിക്കാനുള്ള അവസരം, ഭാഗ്യം സാധിപ്പിച്ചു തരണം, അതിന് കരുണയുണ്ടാവണം എന്നാണ് അവരുടെ പ്രാർത്ഥന. ഇങ്ങനെ അവർ തുറന്നു പറഞ്ഞതുകൊണ്ട്, ഇങ്ങനെ അവർ വ്യക്തമായിട്ട് ഭഗവാനോട് തുറന്നു പറഞ്ഞു. ഈ ഒരു സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാധാരണക്കാര് അവരെ കാമാസക്തകൾ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവര് ഭൗതികമായ രതിസുഖം തരണം എന്നല്ല, പദഭജനം ശ്രേയ എന്ന രീതിയിൽ അവിടുത്തെ തൃപ്പാദങ്ങൾ സദാ ഞങ്ങളുടെ മനസ്സിൽ, മനസ്സുതിയാൽ സദാന ഗേഹം ജുഷാമപി, സദാ മനസ്സുതിയാൽ സദാന എന്ന് ഗോപസ്ത്രീകൾ പ്രാർത്ഥിക്കണു. എല്ലാ സമയത്തും അവിടുത്തെ തൃപ്പാദ പത്മങ്ങളുടെ സ്മരണ ഞങ്ങൾക്കുണ്ടാവണേ എന്ന് അവർ പറയണു. ഹേ ഭഗവാനെ, ചിത്തം സുഖേന ഭവതാപഹൃതം ഗൃഹേഷു നിർവിശത്യുത കരൗ അപി ഗൃഹ്യകൃത്യേ പാദൗ പദം ന ചലത തവ പാദമൂലാൽ യാമക്കഥം വ്രജമഥോ കരവാമ കിം വാ എന്ന്. നിങ്ങൾ തിരിച്ചു പൊക്കോളൂ എന്ന് പറയണു. പക്ഷെ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോവും? ഗാർഹിക കൃത്യങ്ങളിൽ മനസ്സിരുത്തിയിരുന്ന ഞങ്ങളുടെ മനസ്സ് അങ്ങ് അപഹരിച്ചു. ഓരോ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന കരങ്ങളും അങ്ങയുടെ പിടിയിലായി, കാലുകളും അങ്ങയുടെ ഭഗവത് സന്നിധിയിൽ നിന്ന് ചലിപ്പിക്കാൻ ഞങ്ങൾക്ക് അശക്തരാണ്.
അവ തിരിച്ചു പോവൂ എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നത് പോലെ അങ്ങയുടെ ഉപദേശങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചാൽ തന്നെ പോകാൻ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സ് വരും? അഥവാ പോകാൻ കഴിഞ്ഞാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും? ഒന്നിന് സാധിക്കില്ല. കാരണം ഞങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങയിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചകർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് 11ാമത്തെ ഇന്ദ്രിയമാണ് മനഃപരം കാരണമാമനന്തി. ബ്രാഹ്മണ രഘുഗണ സംവാദത്തിൽ ഇത് വ്യക്തമായിട്ട് പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ സകല ഇന്ദ്രിയ വ്യാപാരങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് മനസ്സ്. ആ മനസ്സിനെ അങ്ങ് അപഹരിച്ചു. കാരണം അങ്ങ് മനോഹരനാണ്. ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് അപഹരിച്ചതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോവും? എങ്ങനെ ഞങ്ങൾ വ്രജത്തിൽ പ്രവേശിക്കും? കാരണം ഇതുവരെ യഥാർത്ഥ സുഖം ഇന്നത് എന്നറിയാതെ ഞങ്ങളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഗൃഹകാര്യങ്ങളിൽ പ്രവേശിച്ചിരുന്നു. ഇപ്പോ പരമപ്രീതി സ്വരൂപനായ മേഘസുന്ദരനായ മനോഹരനായ നിന്തിരുവടിയിൽ നിന്നല്ലാതെ സുഖം ഗൃഹകാര്യങ്ങളിൽ നിന്ന് സിദ്ധിക്കില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. പദഭജനം ശ്രേയ. അവിടുത്തെ ദർശന, സ്പർശന, സ്മരണ, മനന, നിധിധ്യാസന മാർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ഗാർഹിക സുഖങ്ങളിൽ നിന്ന്, ഗൃഹകൃത്യങ്ങളിൽ നിന്ന്, വിഷയസുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടില്ല എന്നുറപ്പായി. അപ്പോൾ ഞങ്ങൾ ഇനി എന്തു ചെയ്യും? ഞങ്ങളെ ബലമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ കൊണ്ടുപോയി ഗൃഹത്തിലിട്ട് അടച്ചാലും ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും? സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആ മനസ്സ് അവിടുത്തെ അധീനതയിലാണ്. അതുപോലെ ഇതേവരെ സുഖരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ ആശ്രയിക്കാതെ ഗൃഹകാര്യങ്ങളിൽ പ്രവേശിച്ച് ഞങ്ങൾക്ക് അവിടെ സുഖം ഉണ്ടാവില്ല. കാരണം യഥാർത്ഥ സുഖം അവിടുന്നാണ് എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി വ്രജത്തിലേക്ക് തിരിച്ചു പോകൂ എന്ന് പറയരുത്. വ്രജത്തിലുള്ള ഗൃഹകൃത്യങ്ങളല്ല സൗഖ്യം തരണത്, അവിടുന്ന് മാത്രമാണ്. അവിടുന്ന് മാത്രമാണ് ത്വമേവ ബന്ധുശ്ച. അവിടുന്ന് മാത്രമാണ് ജഗതേക ബന്ധുന എന്ന ഏകാദശ സ്കന്ധത്തിന്റെ അവസാനം നമുക്ക് കാണാം. ലോകബന്ധു, ലോകനാഥോ, മാധവോ, ഭക്തവത്സല എന്ന സഹസ്രനാമത്തിൽ പറയുന്നതായ ഒരേ ഒരു ബന്ധു അവിടുന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്രജത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹേ ഭഗവാനെ, സർവേന്ദ്രിയങ്ങളുടെയും നാഥനായിരിക്കുന്ന അവിടുത്തെ, അതായത് പരമാത്മാവിനെ ആരാധിക്കാൻ വേണ്ടി സിദ്ധിച്ചിരിക്കുന്ന മനസ്സ് മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയാസക്തന്മാര് വിഷയങ്ങളെ ഉപാസിക്കണു. എന്നാൽ വിവേകികള് അവിടുത്തെ ഉപാസിക്കണു. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മൃതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ എന്ന ഏകാദശ സ്കന്ധത്തില് ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തതുപോലെയുള്ള വാക്കുകളാണ് ഗോപസ്ത്രീകൾ ഇവിടെ പറയണത്. മനസ്സുൾപ്പെടെയുള്ള ഏകാദശേന്ദ്രിയങ്ങള് മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. വാണി ഗുണാനുകഥനെ ശ്രവണവും കഥായാം എന്ന ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കണം എന്നാണ്. അപ്പൊ സർവ്വ ഇന്ദ്രിയ വൃത്തികളുടെയും നാഥനായിരിക്കുന്ന പരമാത്മാവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 11 ഇന്ദ്രിയങ്ങൾ ഭഗവാൻ തന്നിരിക്കുന്നത്. എന്നാൽ അജ്ഞന്മാര്, അവിവേകികള്, വിഷയാസക്തന്മാര് ദുഃഖരൂപമായിട്ടുള്ള ഗൃഹകൃത്യത്തിൽ വ്യാപരിക്കണു. എന്നിട്ട് അവർക്ക് സുഖം കിട്ടുന്നുണ്ടോ? തൃതീയ സ്കന്ധത്തിന്റെ തുടക്കത്തിൽ വിതുരമൈത്രേയ സംവാദത്തിൽ സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം. ലോകത്തിലുള്ള സകലരും സുഖാർത്ഥ സർവഭൂതാനാം മതാ. എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ്. സർവേ പ്രവൃത്തയ, എല്ലാവരും പ്രവർത്തിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് സുഖം കിട്ടുന്നുണ്ടോ? ഇല്ല. ദുഃഖം കുറയുണ്ടോ? ഇല്ല. ദുഃഖം കൂടി കൂടി വരണം.
അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാരണം, ഈ ഇന്ദ്രിയവൃത്തികൾ ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അജ്ഞന്മാര്, അവിവേകികള്, വിഷയാസക്തര് മനസ്സിലാക്കണില്ല ഭഗവാനെ. എന്നാൽ ഭക്തന്മാരാവട്ടെ അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സംസദ്ധ്യർ ഹരിതോഷണം, ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് സകല കർമ്മങ്ങളിലും വ്യാപരിക്കണു. ഇതാണ് ഗോപസ്ത്രീകൾ അവിടെ പറയുന്നത് എന്ന് വേദവ്യാസ മഹർഷി സൂചിപ്പിക്കുകയാണ്. ഇപ്രകാരം സകല ഇന്ദ്രിയവൃത്തികളും ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട് ഗോപികമാർക്ക് ഭഗവാനെ വിട്ടുപിരിയാനായിട്ട് സാധിക്കണില്ല. കൈ ചലിക്കണില്ല, കാലുകൾ ചലിക്കണില്ല. കാരണം സകല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സ് തന്നെ മനോഹരനായ ഭഗവാൻ, സർവജ്ഞനായ ഭഗവാൻ അപഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാത്തിനെയും അപഹരിക്കുന്ന ഭഗവാൻ വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേക ജന്മാർജിത പാപചോരം, സകല പാപങ്ങളെ മാത്രമല്ല ആ സജ്ജനങ്ങളുടെ, ഭക്തന്മാരുടെ മനസ്സിനെയും അപഹരിക്കുന്ന ചോരനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ആ ഗോപികമാരോട് ഉദ്ദേശിച്ചത് അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ലയിച്ചുപോയി. നദികൾ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ. സമുദ്രത്തിൽ ലയിച്ചാൽ നദികൾക്ക് സമുദ്രത്തിൽ നിന്ന് വേറിട്ട് ഒരു അസ്തിത്വം, നിലനിൽപ്പ് ഇല്ലാത്തതുപോലെ ഗോപികമാർക്ക് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒരു അസ്തിത്വമില്ല, നിലനിൽപ്പില്ല. അവർക്ക് ചിന്തിക്കാനേ സാധിക്കണില്ല. എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക തലത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലേക്ക് അവരെത്തി എന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ശ്ലോകം പറയണു ഗോപികമാര് 29-ാമത്തെ അധ്യായത്തില് 35-ാമത്തെ ശ്ലോകം. സിഞ്ചംഗ നസ്തദാമൃതപൂരകേണ ഹാസാവലോക കളഗീത ഋക്ഷയാഗ്നിം നോചേത് വയം വിരഹജാഗ്നുപയുക്തദേഹ ധ്യാനേന യാമപദയോ പദവീം സഖേതേ എന്ന് പറയുന്നു. ഭഗവാനെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ സുഹൃത്താണ് അവിടുന്ന്. അങ്ങയുടെ അതിമനോഹരമായ പാൽപുഞ്ചിരിയോടുകൂടിയ നോട്ടം, ശ്രവണമനോഹരമായിരിക്കുന്ന വേണുഗാനം തുടങ്ങിയവയാൽ അങ്ങ് ജ്വലിപ്പിച്ചു വിട്ടത് അതിഗംഭീരമായിരിക്കുന്ന മദനാഗ്നിയാണ്. ആ മദനാഗ്നിയെ അങ്ങയുടെ അധരാമൃതധാര കൊണ്ട് നനച്ച് അണയ്ക്കണം. ഞങ്ങളുടെ ഉള്ളിലുള്ള കാമാഗ്നിയെ അങ്ങയുടെ അധരാമൃതം കൊണ്ട് നനച്ച് ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ അടിയങ്ങളുടെ ഭൗതിക ശരീരം ആ വിരഹ അഗ്നിയിൽ, അങ്ങയുടെ വിരഹതാപത്തിൽ നിന്ന് ചുട്ടരിയും. എന്നാലും ശരി, ഞങ്ങൾ ഏകാഗ്ര ധ്യാനം കൊണ്ട് അങ്ങയുടെ ശ്രീപാദങ്ങളെ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അവിടുന്ന്. പ്രിയപ്പെട്ടതായിരിക്കുന്ന ഭഗവാനെ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് തന്നെ ജ്വലിപ്പിച്ചതായ ആ കാമാഗ്നിയെ ശമിപ്പിക്കണം. ആ അഗ്നി ആ അമൃതപ്രവാഹം കൊണ്ടല്ലാതെ ശമിക്കില്ല. അതിനെ നൽകാനായിട്ട് ലോകത്ത് മറ്റാര് വിചാരിച്ചാലും സാധിക്കില്ല. കാരണം അതുണ്ടായിരിക്കുന്നത് അവിടുത്തെ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടിയ നോട്ടം കൊണ്ടും ആ കാമരാജ ബീജമന്ത്രത്തിനെ പൊഴിച്ചതായ ആ വേണുഗാനത്തിൻ്റെ ശ്രവണം കൊണ്ടുമാണ്. അതുകൊണ്ട് അങ്ങയുടെ തന്നെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായതായ ആ താപത്തിനെ അങ്ങ് തന്നെ ശമിപ്പിക്കണം. അഗ്നിയെ വെള്ളമൊഴിച്ച് കെടുത്തുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ താപാഗ്നിയെ അങ്ങയുടെ അനുഗ്രഹവരിഷം കൊണ്ട് തന്നെ കെടുത്തണം എന്നർത്ഥം. അങ്ങനെ ശമിപ്പിക്കാതിരുന്നാൽ കാമാഗ്നിയാൽ ശുഷ്കിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദേഹം വിരഹാഗ്നിയിൽ ഞങ്ങളെ ഭസ്മീകരിക്കും. ഞങ്ങൾ ധ്യാനമാർഗത്തിൽ കൂടി അങ്ങയോട് ചേരും. എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഈ ദേഹാഭിമാനത്തിനെ ഞങ്ങൾ ഇല്ലാതാക്കിയ ശേഷം, തീവ്രമായിരിക്കുന്ന താപാഗ്നിയിൽ ദേഹാഭിമാനത്തിനെ ഞങ്ങൾ നശിപ്പിച്ച ശേഷം
ധ്യാനമാർഗത്തിലൂടെ മാനസപൂജയിലൂടെ ഞങ്ങൾ അങ്ങയിൽ വിലയം പ്രാപിക്കും എന്ന് സമാധി ഭാഷ. ആ ഗോപസ്ത്രീകള് പറയണു യാ അന്തേ മതി സാ ഗതി എന്ന തത്വത്തിനെയാണ് അവർ പറയണത്. അവസാനമായിട്ട് എന്ത് ചിന്തിച്ചിരിക്കുന്നുവോ അതനുസരിച്ചുള്ള ഗതി സിദ്ധിക്കും. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന്. അപ്പൊ ഇവിടെ ഗോപികമാര് ഭൗതികമായിട്ട് പറയണത് അങ്ങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ശക്തിയില്ലെങ്കിലും ഞങ്ങൾ ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിക്കും. ആ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അവിടുത്തെ ദിവ്യ കോമള രൂപം തന്നെയായിരിക്കും. ദക്ഷന്റെ യാഗശാലയിൽ വെച്ച് മഹാദേവന്റെ തൃപ്പാദങ്ങളെ അല്ലാതെ മറ്റൊന്നും ധ്യാനിക്കാതെ സതീദേവി ദേഹത്യാഗം ചെയ്തതുകൊണ്ട് പിന്നീട് പാർവതിയായിട്ട് ജനിച്ചപ്പോഴും മഹാദേവന്റെ ധർമ്മപത്നീപദം അലങ്കരിക്കാൻ സാധിച്ചതുപോലെ ഇവിടെ ഗോപസ്ത്രീകൾ പറയണു അങ്ങ് ഉപേക്ഷിച്ചാൽ, അങ്ങ് തിരസ്കരിച്ചാൽ ആ താപാഗ്നിയിൽ വെന്തുരുകി ഞങ്ങളുടെ ആ ഭക്തിയാകുന്ന അഗ്നിയിൽ, താപമാകുന്ന അഗ്നിയിൽ, വിരഹദുഃഖമാകുന്ന അഗ്നിയിൽ ഞങ്ങൾ ഈ ശരീരത്തിനെ ദഹിപ്പിക്കും. ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കും എന്നർത്ഥം. ആ ശരീരം ഉപേക്ഷിക്കുമ്പോഴും അങ്ങയുടെ സ്മരണ തന്നെയാണ് ഉള്ളിലുണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ധ്യാനത്തിൽ കൂടെ മാനസപൂജയിലൂടെ അങ്ങയെ പ്രാപിക്കും. അപരിച്ഛിന്നമായിരിക്കുന്ന പ്രേമാമൃത സമുദ്രമാണ് അവിടുന്ന്. ഞങ്ങളുടെ പരിച്ഛിന്നമായിരിക്കുന്ന പ്രേമനദികൾ ആ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തും. എന്തെല്ലാം തടസ്സമുണ്ടായാലും ശരി, ശരീരം കൊണ്ട് സ്പർശിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങളുടെ സകല ഇന്ദ്രിയവൃത്തികളുടെയും കേന്ദ്രമായിരിക്കുന്ന മനസ്സ് അവിടുത്തെ തൃപ്പാദത്തിലാണ്. സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നദികളുടെ നാമരൂപങ്ങളും പ്രത്യേക രസവും അസ്തിത്വവും നശിക്കുന്നത് പോലെ, സമുദ്രത്തിനോട് ഏകീഭാവം വരുന്നത് പോലെ ഞങ്ങളെയും അവിടുത്തെ തൃപ്പാദത്തിൽ ലയിപ്പിക്കണം. പരിച്ഛിന്നരായി ഞങ്ങളെ അപരിച്ഛിന്നനായിരിക്കുന്ന അവിടുന്ന് ലയിപ്പിക്കണം എന്നർത്ഥം. ഇവിടെ ഭഗവാന്റെ ആ നോട്ടമാണ്, അതിമനോഹരമായ ആ നോട്ടമാണ് ഞങ്ങളുടെ ഉള്ളില് കാപാഗ്നി വർദ്ധിപ്പിച്ചത്. അതായത് ഭഗവാന്റെ നോട്ടമാണ് ലോകത്തിന്റെ സൃഷ്ടിക്ക് തന്നെ കാരണം എന്ന് ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും നമ്മൾ കണ്ടു. ഭഗവാൻ എപ്പോഴാണോ സൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചത്, തന്നിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതിയെ ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു. പ്രേക്ഷാമാത്രേണ മൂല പ്രകൃതി വികൃതി കൃഷ്ണ തസ്മൈ നമസ്തേ എന്ന മേൽപ്പത്തൂര് നാരായണീയത്തിൽ. ആ നോട്ടം തന്നെയാണ് ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണം. ആ ലോകം എപ്പോഴുണ്ടായോ അപ്പോൾ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ താപത്രയുണ്ടായി. അപ്പോൾ താപങ്ങളുണ്ടായി. ആ താപങ്ങൾക്ക് പരിഹാരം ഭഗവാന്റെ കടാക്ഷം മാത്രം. എന്ന് പറഞ്ഞാൽ ഭഗവത് കടാക്ഷം നിമിത്തമുണ്ടായ ലോകത്തിൻ്റെ ദുഃഖം ശമിക്കണമെങ്കിൽ ആ ഭഗവാന്റെ തന്നെ കരുണാകടാക്ഷം ഉണ്ടാവണം. താപത്രയങ്ങൾ ഉണ്ടാക്കിയതും ഭഗവാന്റെ നോട്ടം, അതുപോലെ തന്നെ ആ താപത്രയങ്ങളെ നശിപ്പിക്കുന്ന അമൃതവൃഷ്ടിയും ഭഗവാന്റെ നോട്ടം. ഇങ്ങനെ ഉണ്ടാവാനും ഇല്ലാതാവാനും ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് കാരണം. ആ അഗ്നി എപ്പോഴും ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഹൃദയത്തിൽ ശയിക്കുന്ന അഗ്നി 3 തരത്തിലുള്ള താപങ്ങളെ സൃഷ്ടിക്കുകയാണ് ആ മനസ്സിലിരുന്നു കൊണ്ട്. വിഷയചിന്തകൾ നിമിത്തം വർദ്ധിക്കുന്ന ആ താപാഗ്നി ഭഗവദ്ധ്യാന നിമിത്തം ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന സച്ചിദാനന്ദമായിട്ട് മാറുന്നു, അമൃതവർഷമായിട്ട് മാറുന്നു എന്ന് ശ്രുതികളിൽ പറയും. അപ്പോൾ വിഷയചിന്തകൾ നിമിത്തം വർദ്ധിക്കുന്ന ആ താപാഗ്നി ഭഗവദ്ധ്യാന നിമിത്തം ഹൃദയത്തിൽ നിത്യാനന്ദമായിട്ട് സ്ഫുരിക്കും. ആ അമൃതവർഷം കൊണ്ട് മാത്രമേ സച്ചിദാനന്ദത്തിൽ മുങ്ങാനായിട്ട് ശ്രേയസ്സുണ്ടാവുകയുള്ളൂ എന്ന് ആ ഗോപസ്ത്രീകൾ പരോക്ഷമായിട്ട് ഭഗവാനോട് പറയണു. അപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ചതായ ആ
ദുഃഖത്തിനെ ഭഗവാന്റെ നോട്ടം കൊണ്ട് മാത്രമേ ശമിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അങ്ങയുടെ നോട്ടം തന്നെയാണ് എല്ലാത്തിനും കാരണം. ഈ ലോകത്തിനെ സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും അങ്ങ് ഉപയോഗിക്കുന്ന അങ്ങയുടെ ആ ദൃഷ്ടി ഒന്ന് മാത്രം മതി. ആ ദൃഷ്ടി ഞങ്ങളിൽ പതിപ്പിച്ച് ഞങ്ങളുടെ താപത്രയങ്ങളെ ഇല്ലാതാക്കണേ. താപത്രയോന്മൂലനമായിരിക്കുന്ന ധാംനാസ്വേന സദാ നിരസ്ത കുഹകം എന്ന 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ജ്ഞാനസ്വരൂപനായ അങ്ങ് സുദർശനം തന്ന് ഈക്ഷയ അമൃതപരിഷിണ്യ എന്ന അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞതുപോലെ അങ്ങയുടെ അതിമനോഹരമായ ആ ദൃഷ്ടിയാൽ ഞങ്ങളെ സച്ചിദാനന്ദത്തിൽ ലയിപ്പിക്കണേ എന്ന് ഗോപസ്ത്രീകൾ പറയുന്നു.